അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകാൻ, ഒരു നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകാൻ അല്ലാഹുവേ അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഈ ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകളും ദുരന്തങ്ങളും അദാബുണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? ആ നാട്ടിലെ 4 വിഭാഗം ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 വിഭാഗം ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്നാൽ, 4 വിഭാഗം ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകൾ കടന്നു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ 4 വിഭാഗം ആൾക്കാരെ ഇന്ന് കാണാനില്ല. ഇന്ന് പല നാടുകളിലും ഈ പറയുന്ന 4 വിഭാഗത്തിനെ കാണാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവര് വളരെ തുച്ഛമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ മുടിക്കോടെന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന 4 വിഭാഗം ആൾക്കാരുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനാണ് പറഞ്ഞത്, അതാ 4 വിഭാഗം ആൾക്കാർ, ഈ പറയുന്ന 4 വിഭാഗം ഈ നാട്ടിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കിൽ മുത്തുനബി പറയുകയാ, ഫാഹിലുഹാ മഅസൂമൂന മിനൽ ബലാ, ആ നാട്ടിൽ ദുരന്തമുണ്ടാകില്ല എന്ന് മുത്തുനബി പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പഠിക്കാം. ആ 4 വിഭാഗം ആരാണ്? ആ 4 വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന 1ാമത്തെ വിഭാഗമാരാ? ഇന്ന് ലോകത്ത് കാണാനില്ലാത്ത, ഇന്ന് നാടുകളിൽ കാണാനില്ലാത്ത 4 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരികൾ ഇല്ലാതെ വരുമ്പോ ഭൂമിയിലെ ദുരന്തമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നീതിമാനായ ഭരണാധികാരി, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോ, ഒരു നീതിമാനായ ഭരണാധികാരിയെ കുറിച്ചൊരു മുസ്ലിമിന്റെ മുന്നിൽ പറയപ്പെട്ടാൽ അവൻ ഓർമ്മ വരുന്ന ഭരണാധികാരിയാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതാ നമുക്ക് ഓർമ്മ വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണെന്ന് രാഷ്ട്രപിതാവ് പോലും പറയാറുള്ള കാരണം അതാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തെടുത്ത് നോക്ക്, ഈ ലോകം മുഴുവനും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്ക്. എവിടെയാണ് പടച്ചവന് നീതിമാനായ ഒരു ഭരണാധികാരിയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അതുപോലെ ഇല്ലെങ്കിലും അതിന്റെ 4-ൽ ഒരു അയിലത്തെങ്കിലും വരുന്ന ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല എന്നടച്ചാക്ഷേപിക്കുന്നില്ല. ഉണ്ടെങ്കിലും അവർക്കും പല പരിധികളും പരിമിതികളുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തെവിടെയാണ് നീതിമാനായ ഒരു ഭരണാധികാരി ഉള്ളത്? ലോകം മുഴുവനും തെരഞ്ഞാലും നമുക്ക് കാണാൻ കഴിയില്ല. എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത്? അമേരിക്കയുടെയും ചൈനയുടെയും ലണ്ടന്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. പറയേണ്ടതില്ലല്ലോ അല്ലാ, എന്തിനാ പറയുന്നത്? പറഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു ഫായിദയുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പറയാൻ പോയാ വേറെ പറഞ്ഞിട്ട് ഒരു ഫായിദയില്ല, ഒരു നേട്ടവും ഇല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പരമനുഷ്യന്മാരെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പത്തെ അവസ്ഥ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അതാണ് രാജ്യത്തിന്റെ അവസ്ഥ. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇനി ആകെ ഉള്ള ഒരു കാര്യം, മുസ്ലിമീങ്ങൾക്ക് ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അവനവന്റെ ഈമാൻ നല്ലതുപോലെ ഉറപ്പിച്ചോ, അത് മാത്രമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ മൊബൈൽ അങ്ങോട്ട് എടുത്തു നോക്കുമ്പോ കെട്ടിയിട്ട് അടിക്കുന്നു, തലയിൽ പെട്രോൾ ഒതിച്ച് കത്തിക്കുന്നു. ഇതൊക്കെയാ വാർത്ത. മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോ പടച്ചവനെ അവിടെ ജീവനോടെ കത്തിക്കുന്നു, മരത്തി കെട്ടിക്കിട്ട് തല്ലിക്കൊല്ലുന്നു, പട്ടി. ഇതൊന്നും അല്ല മനുഷ്യന്മാരെ, നിങ്ങൾ എന്തോ വിചാരിച്ച്? ഇതൊക്കെ സാമ്പിളാ, ഇതൊക്കെ സാമ്പിളാ. ഇതൊക്കെ ഇനി ഇതിനേക്കാളും 10 ഇരട്ടി വരാൻ പോവുക. നമ്മളെന്തോ വിചാരിച്ച്? ഇതൊക്കെ ഇതൊരു തുടക്കവാ.
ഇതൊക്കെ വെറും ഒരു സാമ്പിളാണ് സഹോദര. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ വെടിക്കെട്ടുകൾ. ഇനി വെടിക്കെട്ടുകൾ. അല്ലാഹ് ചോദിച്ചത് എന്തെന്നറിയോ? അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം നിനക്ക് ഓസിന് കിട്ടുമെന്ന് കരുതിയോ? അല്ലാഹ് ചോദിച്ചതാ. അള്ളാഹു ചോദിക്കുകയാണ്, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്വർഗം അത് ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലവു മിൻ ഖബലികും. ബിലാൽ തങ്ങളുടെ ചരിത്രം പറയും. കഴുത്തിൽ കയറ് കെട്ടിയിട്ട് വലിച്ചിടച്ചുകൊണ്ട് നടന്നു, കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലിച്ചതച്ചു, പഴിപ്പിച്ച കമ്പി ശരീരത്തിൽ കുത്തിയിറക്കി പച്ച ഇറച്ചി വലിച്ചൂരിയെടുത്തു. ഈ ചരിത്രമൊക്കെ പറഞ്ഞു കേട്ടവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലൊക്കെ അനുഭവിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ കാലവാ ഇനി വരാൻ പോകുന്നത്. ഇതിൽ മാറ്റമൊന്നും വരണ്ട. ഇതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല. ഇതിനേക്കാളും വലിയ ഒരു കാലഘട്ടം വരും. ഇതിനേക്കാളും ഓടും ജീവനം കൊണ്ട് കടന്ന് പരക്കം പായുന്ന ഒരു കാലം വരും. അപ്പോഴേ എന്റെ പ്രിയമുള്ളവരെ ഇമാം മഹ്ദിയൊക്കെ വരികയുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. മോഡിസാറിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. രാജ്യത്തിന്റെ ഒരു നല്ല ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പോകട്ടെ. ഇനി സംസ്ഥാനങ്ങളിലേക്കൊക്കെ വാ, അവിടൊക്കെ പോകട്ടെ. ഞാനൊന്നും കിടക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് ലോകത്തിന്റെ കാര്യം പറയുന്നത്? ലോകത്തൊരു നല്ല ഭരണാധികാരിയെ കാണാൻ കഴിയില്ല. രാജ്യത്തിലേക്ക് കടന്നു വന്നാൽ കാണാൻ കഴിയില്ല. എന്തിനാണ് പടച്ചവനെ? മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ് അള്ളാഹുവിന്റെ പള്ളി. അള്ളാഹുവിന്റെ പള്ളിയാണ് മുസ്ലിമീങ്ങളുടെ മുഴുവനും കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലം. അവിടെയാണല്ലോ പടച്ചവനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആ പള്ളിക്കകത്ത് നടക്കുന്ന ഭരണം കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലെ പടച്ചവന് നീതിമാനായ ഒരു ഭരണാധികാരിയെ കാണാത്ത കാലവാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലും പടച്ചവനെ എന്ന് പള്ളിയുടെ പരിപാലനമൊക്കെ മാറി. പണ്ടൊക്കെ പള്ളി പരിപാലനമാണെന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് പള്ളി പരിപാലനം മാറി. ഇന്ന് പള്ളി ഭരണമായല്ലോ. അല്ലാഹുവിന്റെ പള്ളിയിൽ പടച്ചവനെ പ്രസിഡന്റ് ആകാ, സെക്രട്ടറി ആകാ. പടച്ചവനെ അല്ലാഹുവേ, വഖഫ് സ്വത്തെടുത്തിട്ട് ഇലക്ഷൻ നടത്തുന്ന കാലമാണ്. പടച്ചവനെ അതാ വോട്ട് പിടിച്ചിട്ട് വിജയിക്കുന്നതിന് വേണ്ടി ഏത് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് പണം കൊടുത്തിട്ടാണെങ്കിലും പള്ളിയുടെ അധികാരം പിടിക്കുന്ന കാലമാ. അല്ലാഹുവിന്റെ പള്ളിയുടെ അധികാരത്തിന് വേണ്ടി പടച്ചറബിന്റെ ഭവനത്തിന്റെ അകത്ത് കിടന്ന് കത്തിക്കുത്തെടുക്കുന്ന കാലമാണ്. തമ്മിലടിക്കുന്ന കാലമാ. എന്റെ പ്രിയമുള്ള സഹോദരാ, ഇന്ന് അവിടെയും നീതിമാനെ കാണാനില്ല. ഇത് പറയുമ്പോ പലർക്കും പടച്ചവനെ അതങ്ങോട്ട് നല്ലതുപോലെ കൊള്ളുകയാണ്. പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ പറയേണ്ടത് പറയണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ എവിടെയാ പരിപാലനം നടക്കുന്നത്? അത് ഭരണമായല്ലോ. ഈ നാട്ടിലെ പള്ളി പരിപാലന കമ്മിറ്റിയോട്, ഈ മഹല്ലിന്റെ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പള്ളികൾ മുഴുവനും സ്വർഗ്ഗത്തിലാ. അല്ലാഹുവിന്റെ പള്ളികൾ മുഴുവനും സ്വർഗ്ഗത്തിലാ. ആ പള്ളി 5 വിഭാഗം ആൾക്കാരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നീ നല്ലതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഭാഗ്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരിക്കലും അധികാരം തേടി പോകരുത്. അധികാരം നിന്നെ തേടി വരാനുള്ളതാ. ഒരാളും അധികാരം തായെന്ന് പറഞ്ഞ് അങ്ങോട്ട് കടന്നു പോകരുത്. ഉസ്താദ് അവർക്ക് ഒന്നാമത് സുഖമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൈ പിടിച്ചിട്ട് ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിന് ഏത് പള്ളിയിലാ പരിപാലനം നടക്കുന്നത്? ഭരണസമിതിയാ. ഇലക്ഷൻ നടത്തിയിട്ട് ഇവിടെ അങ്ങനെയൊക്കെ ആയിരിക്കില്ല ഉസ്താദ്? എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. അള്ളാന്റെ പള്ളിക്കകത്ത് വഖഫ് സ്വത്ത് നിങ്ങളൊന്ന് ആലോചിക്കേ. ഓരോ പള്ളിയിലൊക്കെ മത്സരിക്കുന്നത് കണ്ടാ പടച്ചോനെ, നിയമസഭയെ പോലും ഇത്രയും പേര് മത്സരിക്കൂല. അതുപോലെ എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അധികാരം തേടി പോകരുത്. അധികാരം എന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. ഒരാള് അധികാരം തേടിപ്പോയാൽ അവന് ദുനിയാവിൽ 3 ശിക്ഷ കിട്ടും. ഒരാളെ അധികാരം തേടി വന്നാൽ അവന് ദുനിയാവിൽ 4 അനുഗ്രഹം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെ പ്രസിഡന്റ് അതാ പണ്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് പറയും, പള്ളിയുടെ പ്രസിഡന്റ് ആകും. അള്ളാണ് എനിക്ക് വയ്യ, വേറെ ആരെങ്കിലും പോയി നോക്ക്.
അങ്ങോട്ട് നാട്ടുകാർ മുഴുവനും പോയി വീട്ടിൽ പോയിട്ട് നിങ്ങൾ പ്രസിഡന്റ് ആവും, എനിക്ക് വയ്യ. ഇന്നോ ഇങ്ങോട്ട് വന്നിട്ട് ആളെ കൂട്ടിയിട്ട് പറയും എനിക്ക് ആകണം, എനിക്ക് കൂട്ടിക്കണത് അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് പോലും ഇന്ന് നല്ല രീതിയിലുള്ള പരിപാലനം നടക്കുന്നില്ല. അത് പോകട്ടെ, എന്തിനാ പള്ളിയുടെ ഒക്കെ കാര്യം പറയണേ? നമ്മുടെ വീട്, നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന നമ്മുടെ വീട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിന്റെ അകത്തെങ്കിലും ഒരു നല്ല ഭരണം നടക്കുന്നുണ്ടോ? അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങൾ മുഴുവനും ഒരു ഭരണാധികാരിയാണ്. ഏത് ഭരണാധികാരി? ലോകത്തിന്റെ എല്ലാ, രാജ്യത്തിന്റെ എല്ലാ, സംസ്ഥാനത്തിന്റെ എല്ലാ, എന്റെ പ്രിയമുള്ളവരെ, പഞ്ചായത്തിന്റെ എല്ലാ, വാർഡിന്റെ എല്ലാ, നിങ്ങളെവിടത്തെ ഭരണാധികാരി എന്നറിയോ? നിന്റെ വീടിന്റെ അകത്തെ ഭരണാധികാരിയാ. നീയാണ് നിന്റെ വീട്ടിലെ ഭരണാധികാരി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി പറയുന്നു, സഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും അല്ലാഹു അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. നാളെ പടച്ചവൻ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കുവാപ്പാ, നീ ഒരു നീതിമാനായ ഭരണാധികാരിയാണോ? ഒരു മാതൃകയുള്ള വാപ്പയാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്തെ, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗമുണ്ട്, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ഏത് ദുആ ചെയ്യുന്നവനെന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചവനെ, ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് മുത്തുനബി വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. പടച്ചവനെ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു സാലിഹത്തായ ഭാര്യ എനിക്ക് തരണേ തമ്പുരാന്, എനിക്കൊരു നല്ല ഭർത്താവിനെ തരണേ തമ്പുരാന്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ കണ്ണിന് കുളിർമയുള്ള സാലിഹായ സന്താനങ്ങള്, ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കള്, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, എന്റെ കബറിന്റെ ചാരത്ത് വന്നിരുന്ന ഖത്തമോദിയിട്ട് പൊട്ടിക്കരഞ്ഞ പടച്ചറപ്പിനോട് എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനങ്ങള് എനിക്ക് തരണേ അല്ലാ. മൂന്നാമത് പറയുന്നത് എന്തെന്നറിയുവോ? ലിൽ മുത്തഖീന ഇമാമാ. മറന്നു പോകരുത് വാപ്പാ, ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, ഇവർക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകണേ. ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു വാപ്പയായി എന്നെ നീ മാറ്റിത്തരണേ എന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന ഉപ്പമാരോട് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ചിന്തിക്ക്. നീ പടച്ചവനെ മാതൃകയുള്ള ഒരു വാപ്പയാണോ? നീ മാതൃകയുള്ള ഒരു ഉമ്മയാണോ? നിന്നെ കണ്ട് നിന്റെ ഭാര്യയും മക്കളും പഠിച്ച സ്വർഗത്തിൽ പോകുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് നിങ്ങളൊരു മാതൃകാപരനായ ഒരു വാപ്പയാണോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, മഹാനായ അബൂ വായിൽ റളിയല്ലാഹു തആല അൻഹു, അബൂ വായിൽ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. അതാ അബൂ വായിൽ എന്ന് പറയുന്ന സ്വഹാബി, തന്റെ കൂടെയുള്ള സഹാബികള് എല്ലാവരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞാണ് പോകുന്നത്. വീടിന്റെ മുന്നിൽ നിന്ന് സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ അകത്താണ്. അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, കേറിയിരിക്കു സഹാബാ.
ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് മറുപടി പറഞ്ഞു. പക്ഷേ സ്വഹാബത്ത് കേറുന്നില്ല, സഹാബികൾ കേറുന്നില്ല, എല്ലാവരും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ കേറാതെ വന്നപ്പോ ഇതിന്റെ അകത്ത് ജോലി ചെയ്യുന്ന ഖാദിമായ പെണ്ണുണ്ടല്ലോ, ഫഖറജത്തുൽ ജാരിയ, വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് ചോദിക്കുന്നു, എന്തേ? ചിന്തിച്ചു നോക്ക്, നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട മക്കളെ നിസ്കരിക്കാറുണ്ടോ? അവരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കാറുണ്ടോ? എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആർക്കാ അറിയാത്തത്? ഏതു മനുഷ്യനാണ് അറിയാത്തത്? 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 7 വയസ്സുള്ള മനുഷ്യനോട് ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്യണം? ഒന്ന് ഉറക്കെ പറഞ്ഞ എന്ത് ചെയ്യണം? ഉറക്കെ പറ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്താണ്? തല്ലണം, തല്ലിയിട്ട് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്, കാണാനുള്ള കൊതി കൊണ്ട് ഒന്ന് പൊക്കിക്ക്. ഒന്ന് പൊക്ക മനുഷ്യന്മാർ. ഒരു മനുഷ്യനുണ്ട്, അല്ലാഹു 2 പേരായി. കൈ കൂടിപ്പോയ ഒരു 10 പേര്, കൂടിപ്പോയ ഒരു 10 പേര്. ഉമ്മമാരൊന്ന് കൈപൊക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ അവിടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ നമ്മള് നീ പറഞ്ഞാൽ നിന്റെ മോൻ കേൾക്കാതെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കഴുത്തിൽ കത്തി വെച്ച് അറുത്തിട്ട് മുറിയാൻ നമ്മളെ കുറിച്ച് അറിയണോണ്ടാ, നമ്മളെ കുറിച്ച് അറിയുന്നത് കൊണ്ടാ. കാരണം എന്തേ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലാൻ മനസ്സില്ലാത്ത ഞാനും നിങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മക്കളെ അറുത്തു കൊടുക്കാൻ തയ്യാറാകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു, അല്ലാഹുവേ, ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആര് ദുആ ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തു, അല്ലാ, ഒരു വാപ്പയ്ക്ക് നീ പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണം. മുത്തുനബി ദുആ ചെയ്തു. ഏത് വാപ്പയ്ക്കാന്നറിയോ? തന്റെ മക്കളെ തല്ലി നേരെയാക്കാൻ, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണ് മുത്തുനബി ദുആ ചെയ്തത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി, നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കാൻ, പറഞ്ഞാൽ അനുസരിക്കാത്തവനെ തല്ലാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാര്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. മക്കളെ തല്ലാൻ വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുള്ളവര് സുലൈമാക്ക, നിങ്ങളും ഇല്ലപ്പ? എന്റെ പ്രിയമുള്ളവരെ, പണ്ട് വീടിന്റെ അകത്ത് കിടന്ന് ബഹളം വെക്കുമ്പോ ഉമ്മ ചോദിക്കും, അലമാരിയുടെ മൂളി ഇരിക്കുന്നത് കണ്ടോടാ സിറാജെ? കണ്ടുമ്മ. കാരണം എന്തേ? തല്ലാനുള്ള വടി, തല്ലാനുള്ള വടി. അതുകൊണ്ട് എന്റെ സഹോദര, നിനക്ക് ബർക്കത്ത് വേണോ? നീ പൈസ കൊടുത്തു വാങ്ങണ്ട. കാരണം അത് ചെലവഴിക്കാൻ നിനക്ക് വലിയ മടിയാ. നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഈർക്കലെങ്കിലും ഒടിച്ച് വീടിന്റെ അകത്ത് പോയി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കണം. തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് നസീഹത്ത് കൊടുക്കണം, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. നീയല്ലേ അത് പറഞ്ഞു കൊടുക്കേണ്ടത്? അതൊരു വാപ്പയുടെ കടമയാണല്ലോ, ഒരു ഉമ്മയുടെ കടമയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കട്ടെ എന്നല്ല, ഒരു വാപ്പയാണ് തന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. നിങ്ങളിൽ ആരാ ഉപദേശിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പാ, നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ആ സഹാബിയെ പോലെയാകണം, നിങ്ങൾ ആ സ്വഹാബിയെ പോലെയാകണം. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, തൽഖാ അഹദൻ ഹുവ അൻസഹു ലക മിന്നി. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന വാപ്പ തന്റെ പൊന്നാര മകനെ ഉപദേശിക്കാൻ പോവുകയാണ്. തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? എന്റെ ഉമ്മമാരെ നല്ലതുപോലെ പഠിച്ചോ. മക്കളുള്ള ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് നല്ലതുപോലെ പഠിക്കേണ്ട ഉപദേശമാ. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ ഇതുപോലെ ഉപദേശിച്ചിട്ടുണ്ടാകില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നു
പൊന്നുമകന് കൊടുത്തത് 3 ഉപദേശമാണ്. ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇദാ അറദ്ത അന തുസല്ലി ഫഹ്സിൻ ഉളൂഅക. തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ ഒതുവെടുക്കണേ മോനെ. ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം, എന്റെ പൊന്നുമകൻ 5 നേരം നിസ്കരിക്കാ തീരുമാനിച്ചാൽ നല്ലതുപോലെ ഒതുവെടുക്കണം, നല്ലതുപോലെ ഒതുവെടുക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നറിയോ? എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, എന്തിനാണ് വുളുവെടുക്കുന്നതെന്നറിയുമോ? എന്തിനാണ് വുളുവെടുക്കുന്നതെന്നറിയോ? മോനെ, പടച്ച റബ്ബിനെ കാണാനാടാ. എന്തിനാണ് വുളുവെടുക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബിനെ കാണാനാ. ഇന്ന് വരെ എനിക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? മുടിയൊക്കെ നരച്ചു പോയ ബാപ്പാ, ഇന്ന് വരെ നിനക്ക് തോന്നിയിട്ടുണ്ടോ നീ വുളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ എന്ന ഒരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ കടന്നു വന്നിട്ടുണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയുന്നു, മോനെ, വുളുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി വേണം വുളുവെടുക്കാൻ. ഒരലസതയും കാണിക്കരുത്, ഒരലംഭാവവും കാണിക്കരുത്. കാരണം എന്തെന്നറിയോ? വുളുവില്ലാതെ നമസ്കരിച്ചാൽ, വുളുവില്ലാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയാൽ, എന്റെ പ്രിയമുള്ളവരെ, വുളുവിന്റെ മഹത്വമെന്താ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് ഞാനും നിങ്ങളും. എവിടെ കൊണ്ട് കഴുകിക്കളയാറാണ്? അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ എല്ലാ പാപങ്ങളും പുറത്തു കളയുമെന്ന് മുത്തുനബി പറയുമ്പോ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ യഥാ വുളുവെടുക്കേണ്ട രീതിയിൽ, വുളുവിന്റെ മര്യാദയോടുകൂടി, അതിന്റെ അദബോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ വുളുവെടുത്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒറ്റ വുളുവ് കൊണ്ട് നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് കടന്നു പോവുകയാണ്. മോനെ, വുളുവില്ലാതെ നിസ്കരിക്കല്ലേടാ, വുളുവില്ലാതെ നിസ്കരിക്കല്ലേ. ഓടി വന്ന് തോന്നുന്നത് പോലെ കൈകാലുകൾ ഹൗദിന്റെ അകത്തിട്ട് മുക്കയിട്ട് ചാടിക്കേറിയിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അല്ലാഹനെ കളിയാക്കിയ അല്ലാഹ് നിന്നെയും കളിയാക്കുമടാ പൊന്നുമോനെ. അതാ എപ്പോഴാണ് പടച്ച റബ്ബ് നിന്നെ കളിയാക്കുന്നതെന്നറിയോ? അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ നിന്റെ വീടിന്റെ അകത്ത് നിന്റെ കുടുംബക്കാരെ മുഴുവനും നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, പറവുപ്പാല ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ചാരത്ത് വന്ന് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. നീ കേൾക്കുന്നുണ്ട്, പറയാ നിനക്ക് ആഗ്രഹമുണ്ട്, പറയാ നിന്റെ നാവ് പൊക്കുമ്പോ മഅദല്ലാഹ് നിന്റെ നാവ് പൊങ്ങൂല. അല്ലാഹ് നിന്നെയും കളിയാക്കി കളയും ചെറുപ്പക്കാരാ. അതുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറയുകയാണ്, യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു അൽ മുതവദ്ദിഉ ഫീ മഖാരിഹി. അവിടുന്ന് തന്റെ പൊന്നാര മകനോട് പറയുന്നു, ഏതു പ്രയാസത്തിന്റെ സമയത്ത്, ഏത് കൊടിയ തണുപ്പാകട്ടെ മോനെ, എത്ര പ്രയാസമുള്ള സമയത്തിലാണെങ്കിലും എന്റെ പൊന്നുമകൻ നല്ലതുപോലെ വുളുവെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ മുടിക്കോട് പള്ളിയുടെ ഖബർസാൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിലൂതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പഴുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹു
അല്ലാഹുവേ തലയുടെ മുകളിൽ സൂര്യുദിച്ച് നിൽക്കുന്ന ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നിനക്ക് ആ കോടതിയെ കുറിച്ചറിയാമല്ലോ. വല്ലാത്ത ചൂടാണല്ലോ, വല്ലാത്ത ദാഹമാണല്ലോ, വല്ലാത്ത വിശപ്പാണല്ലോ, വിയർപ്പിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങുന്ന ദിവസമാണല്ലോ, കരഞ്ഞു വിളിക്കുന്ന ദിവസമാണല്ലോ. യാ വൈലത്താ യാ ഖസ്റത്താ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയിട്ട് പരസ്പരം ശപിക്കുന്ന ദിവസമാണല്ലോ. അന്ന് നിന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്ന പലരുടെയും തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. കാരണം അത്രയ്ക്കും ഭയാനകമായ ദിവസമാണ്, അത്രയ്ക്കും ഭയാനകമായ ദിവസം. തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ. ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വന്തോഷ വണ്ടിയോ മായി വരുന്നേക്കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് ഉരുകുന്ന ദിവസം അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് നേരെ ചൊവ്വ ഉതുപെടുത്ത ചെറുപ്പക്കാരാ ഇബ്നു അബ്ബാസ് തങ്ങള് മഹാനവറുകൾ അവിടെന്ന് പറയുന്നു, പൊന്നുമോനെ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത്, പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരും മോനെ. അതുകൊണ്ട് എന്റെ പൊന്നാര മകനുണ്ടല്ലോ, ഉതുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി വേണം ഉതുവെടുക്കാൻ. ഇല്ലെങ്കിൽ ഖസറ ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും മോനെ. നിന്റെ ആഖിബത്ത് മോശമാകുമടാ, നീ നരകത്തിന്റെ അവകാശിയായി പോകുമടാ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശമാ. രണ്ടാമത്തതെന്ത്? അവിടെന്ന് പറയുന്നു, മോനെ സ്വല്ലി സ്വലാത്ത ലാ തറാ അന്നക തുസല്ലി ബഅദഹാ. എന്റെ പൊന്നാര മകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കരിക്കണമെന്ന് എന്റെ പൊന്നാര മകന് തോന്നിയാ എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? എങ്ങനെ നമസ്കരിക്കണമെന്നറിയോ? ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കിന്ന് കളിയാണ്, നമുക്കിന്ന് ചിരിയാണ്, നമസ്കാരത്തിലാണെന്നുള്ള ചിന്തയില്ല. അല്ലാഹുവേ, ഇമാമതാ പള്ളിയിൽ ഖുർആൻ ഓതുമ്പോ പുറകിൽ നിന്നിട്ട് മറ്റുള്ളവന്റെ ശരീരത്തിട്ട് തട്ടുന്നവരുണ്ട്, മൊബൈൽ എടുത്ത് വെച്ച് കളിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഒറ്റക്കാലിൽ നിന്ന് സർക്കസ് കളിക്കുന്ന ചെറുപ്പക്കാരാ, നമസ്കാരത്തിൽ നിന്ന് മുടി ചീകുന്ന ചെറുപ്പക്കാരാ. എടാ, നമസ്കാരത്തിന്റെ മഹത്വം നിനക്കറിയോ? നിനക്ക് തോന്നുന്നോ വെറുതെയാണെന്ന്? നമസ്കാരം നിനക്ക് കളിയാണെന്ന് തോന്നുന്നോ ചെറുപ്പക്കാരാ? എടാ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? ഒരു മനുഷ്യൻ നമസ്കാരത്തിലേക്ക് കൈകെട്ടി, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി, എന്നിട്ട് നമസ്കാരം കടിഞ്ഞ് സലാം വീട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഒന്നുകിൽ നീ സ്വർഗത്തിലാണ്, ഒന്നുകിൽ നീ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നീ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പ ആദ്യം പറഞ്ഞു, മോനെ വുളുവെടുത്താ നല്ലതുപോലെ വുളുവെടുക്കണം. കാരണം നല്ലതുപോലെ വുളുവെടുത്തില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അല്ല നിനക്കൊരു നല്ല മരണം തരൂല, നിനക്കല്ല ഒരു നല്ല മരണം തരൂല. മോനെ നല്ലതുപോലെ വുളുവെടുത്താ നിന്റെ പാപം പൊറുക്കും. അള്ളാനെ കാണാനാണ് വുളുവെടുക്കുന്നത്. മോനെ വുളുവെടുത്താ നാളെ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരും. 2, നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കണം? ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാ മോനെ. കാരണം നമസ്കാരം കഴിഞ്ഞാൽ ഒന്നിയിൽ നീ സ്വർഗത്തില്, അല്ലെങ്കിൽ നീ നരകത്തില്. എല്ലാരും ചോദിക്കും, ഉസ്താദേ നിസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരുന്നല്ലോ, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നല്ലോ. എങ്ങനെയാണ് ഓർമ്മ വരുന്നത്? അറിയുവോടാ ചെറുപ്പക്കാരാ, നീ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഇബ്ലീസ് വന്ന് നിന്നിട്ട് എല്ലാം പറഞ്ഞു തരുമടാ. നീ മറന്നുപോയ കാര്യങ്ങൾ മുഴുവനും ഇബ്ലീസ് നിന്റെ ചെവിയിൽ പറഞ്ഞു തരുമ്പോ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നു. അതാ നിസ്കരിക്കുന്ന എന്നോട് പറയുന്നു, സിറാജ് നീ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? നീ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? എടാ പടച്ച റബ്ബിന്റെ മുന്നിലാടാ സിറാജ്. നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടടാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ അല്ലാഹുവിന്റെ മുന്നിലാടാ നിൽക്കുന്നത്. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി എന്ന് പടച്ചവനോട് കരാറ് ചെയ്തവനാടാ സിറാജ്. ഇബ്ലീസ് പറയുന്നത് കേൾക്കല്ലേടാ. പടച്ചവനെ മലക്ക് ഉപദേശിക്കുകയാണ്. അങ്ങനെ നല്ലതുപോലെ നമസ്കരിച്ചിട്ട് സലാം വീട്ടുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. മലക്കുകൾ കെട്ടിപ്പിടിച്ചിട്ട് പള്ളിയിൽ നിന്ന് യാത്രയാക്കുന്നു. എടാ ശൈത്താനിന്റെ കൂടെ കൂടിയവന് ഈ മലക്ക് പറയുന്നു, എടാ നശിച്ചവര്, എടാ നഷ്ടപാടി, എടാ പരാജയപ്പെട്ടു പോയവര്, അള്ളാന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരുണ്ടടാ. അടുത്ത വഖത്തിന് മുമ്പ് നീ മരിച്ചാൽ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ നീ നരകത്തിന്റെ അവകാശിയാടാ എന്നും മലക്ക് ശപിച്ചുകൊണ്ടാണ് ഇറക്കി വിടുന്നതെന്ന് മുത്തുനബി പറയുമ്പോ ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ ഈ നമസ്കാരം കഴിഞ്ഞാ നീ മരിച്ചു പോവുകയാ. ഇനി നിനക്ക് നമസ്കരിക്കാൻ സമയമില്ല, ഇനി നമസ്കരിക്കാൻ ഭാഗ്യമില്ല. അടുത്ത വഖത്തിന് നിന്റെ മയ്യത്താണ് നമസ്കരിക്കുന്നത്. ആ ചിന്തയോടുകൂടി വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ. മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? എന്റെ മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ, എന്റെ മാതാപിതാക്കളെ നല്ലതുപോലെ കേട്ടോ. മൂന്നാമത്തെ ഉപദേശം എന്താ? വയ്യാക വത്തബഅ ഫഇന്നഹു ഫഖറൽ ഹാദിരീ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, മോനെ എന്റെ പൊന്നാര മകനുണ്ടല്ലോ, ഒരിക്കലും മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. അത്യാഗ്രഹം പാടില്ല മോനെ. വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാ. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് പൊന്നുമോനെ അത്യാഗ്രഹം പാടില്ല. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശമാ. എങ്കിൽ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന വാപ്പ എന്നെ തന്നെയാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തിനാ ആർത്തി കാണിക്കുന്നത്? എന്തിനാണ് ഈ ആർത്തി കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ അങ്ങനെയാകല്ലേ, നിങ്ങൾ അങ്ങനെയാകല്ലേ. നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു.
അബൂദറിനെ പോലെയാകണം വാപ്പാ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ മരണസമയം അടുത്ത് വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അബൂദർ തങ്ങൾ ചോദിക്കുന്നു, മക്കള് വാപ്പാന് വെറുപ്പാടോ, വാപ്പയോട് ദേഷ്യമാണോ? ഒരിക്കലും നിങ്ങൾ വാപ്പാനെ വെറുക്കല്ല്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂട്ടി വെച്ചിട്ടില്ല, ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല, പലിശ തിന്ന് തീർത്തതല്ല. മോനെ, വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാൽ പാപങ്ങൾക്ക് കൊടുത്തു കളയും മോനെ. എന്റെ കയ്യിൽ ഞാനൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു രൂപ എന്റെ കയ്യിലില്ല, ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല. ഒരു നല്ല തുണി ഈ വീടിന്റെ അകത്തെടുക്കാനില്ല. ഞാൻ ഇന്ന് മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് തുണി വാങ്ങാൻ ഒരു 5 നയാ പൈസ എന്റെ കയ്യിലില്ല. 2 മോനെ, ഒരു നല്ല തുണി വെച്ച് പൊതിയാൻ എടുക്കാനും ഈ വീടിന്റെ അകത്തില്ല. വാപ്പാടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് മക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോ വാപ്പ പറയുകയാ, വാപ്പ മരിച്ചാൽ എന്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവെക്കണം, ചുമന്ന് വഴിയിൽ കൊണ്ടുവെക്കണം. ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, തുണി വാങ്ങാ പൈസയുമില്ല, തുണിയുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കള്. മരിക്കുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശവാ. അതാ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെട്ടു. മക്കള് വാപ്പ പറഞ്ഞതുപോലെ ജനാസ കുളിപ്പിച്ചു, ചുമന്നുകൊണ്ട് വടികൾ കൊണ്ടുവച്ചിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കാത്തു നിന്നു. പടച്ചവനെ അവസാനം നോക്കുമ്പോ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാണ് നേതാവ്? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും നടന്നു വന്നു. പടച്ചവനെ, മക്കള് വാപ്പാടെ ചാരത്ത് നിന്നിട്ട് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, കഫൻ തുണിയില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഇന്ന് കബറടക്കുവോ? അവിടുന്ന് കഫൻ പൊതിഞ്ഞ് കബറടക്കുവോ? പൊന്നാര മക്കള് പറയുമ്പോ സൽമാൻ തങ്ങൾക്ക് അത്ഭുതമായി, പടച്ചവനെ, ആരാ അല്ലാഹ് കഫൻ തുണി പോലും വാങ്ങാ പൈസയില്ലാത്ത, ഒരു നല്ല തുണി പോലും എടുക്കാറില്ലാത്ത മുത്തുനബിയുടെ ഏത് സ്വഹാബിയാട് മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദറിൽ ഗഫാരി അല്ലാഹുവേ, സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് ഉപദേശിക്കണം വാപ്പാ. നിന്റെ പൊന്നാര മക്കളെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചു കൊടുക്കണം. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? മോനെ, ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴ് അല്ലാഹു നിനക്ക് കിട്ടേണ്ട റിസ്ക് എഴുതിയിട്ടുണ്ട്, നീ കഴിക്കേണ്ട ഭക്ഷണം എഴുതിയിട്ടുണ്ട്, നിനക്ക് കിട്ടേണ്ട പണം എഴുതിയിട്ടുണ്ട്. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നീ അനുഭവിക്കാറുള്ളത് മുഴുവനും അല്ലാഹു നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോഴേ എഴുതി വച്ചിരിക്കുകയാ. എന്തിനാടാ പരക്കം പായുന്നത്? എന്തിനാ കിടന്ന് ആക്രാന്തം കാണിക്കുന്നത്? എന്തിനാണ് കിടന്ന് ആർത്തി കാണിക്കുന്നത്? പറഞ്ഞു കൊടുക്കണം വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാടാ എളുപ്പം പണമുണ്ടാക്കാറുള്ള വളഞ്ഞ വഴികൾ നോക്കുന്നത്? ഒരു പ്രയോജനവുമില്ല ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്ക് എഴുതിയത് നിനക്കേ കിട്ടൂ. നീ എത്ര കഷ്ടപ്പെട്ടാൽ നിന്റെ പേരെഴുതാത്തത് നിനക്ക് റബ്ബ് തരൂല മോനെ.
എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്തിനാ നിങ്ങളൊക്കെ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നത് മക്കള് മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുന്നത് കാണാനല്ലേ? മക്കള് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമേ, അതിനെന്തിനാ വളഞ്ഞ വഴി നോക്കുന്നത്? ആവശ്യമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്തിനാണ്? മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? മക്കളെ എങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടോ? അതിന് ഒരേ ഒരു കാര്യം ചെയ്താ മതി, ഒരേ ഒരു നല്ല കാര്യം ചെയ്താ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട. എന്തിനാ മാതാപിതാക്കളൊക്കെ ചെറിയ കുട്ടികളോട് ഉപദേശിക്കും? 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് രാവിലെയും വൈകിട്ടും ട്യൂഷൻ, അത് കഴിഞ്ഞ് ഉമ്മ ഇങ്ങനെ കുത്തിയിറക്കാം. എന്നിട്ട് മക്കളോട് പറയും പഠിക്കണം, 1-ാം റാങ്ക്. ആരോട്? 10-ാം ക്ലാസ്സുകാരനോടല്ല, ചെറിയ കുട്ടിയോട്. എന്നിട്ട് അവനോട് പറയാം, മോനെ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാലേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്റെ ഉമ്മ നീ ആദ്യം പഠിക്കേണ്ടതറിയോ? നിന്റെ വയറ്റിൽ കിടന്നപ്പോ നിന്റെ മോന്റെ സർവ്വ കാര്യം അല്ല എഴുതി വെച്ചിരിക്ക. നീ എത്ര പഠിപ്പിച്ചാലും രാവിലെയും വൈകിട്ടും 24 മണിക്കൂറും ട്യൂഷൻ എടുത്തു കൊടുത്താലും അതിലെ ഒരു ചോറ് നിന്റെ മോൻ കൂടുതൽ തിന്നാൻ പറ്റുമോ? ഇല്ല.